കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് നമ്മളെ ഗുരുവായൂർ കേശവൻ്റെ അനുസ്മരണമാണ്. ദശമി നാളിൽ അത് വളരെ അപൂർവമായിട്ട് പറഞ്ഞ പോലെ അത്യാദരപൂർവം ഭക്ത്യാദരപൂർവം ആണ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. 1976 ഡിസംബർ 2 ഏകാദശി നാളിനാണ് നമ്മുടെ ഗുരുവായൂർ കേശവൻ ചരിഞ്ഞത്. അതേ സ്ഥലത്ത് 1982 നവംബർ 23 കേശവൻ്റെ പുതിയ പ്രതിമ ഉണ്ടാക്കിയിട്ട് അനാച്ഛാദനം നടന്നു. അന്ന് തന്നെ കേശവൻ്റെ ആ പ്രതിമ കണ്ടിട്ട് ആ കേശവനെ ഇങ്ങനെ മനസ്സിൽ വെച്ച് കാണാൻ പറ്റിയ ആളുകളായിരുന്നു. 1904 ഡിസംബർ 2 കേശവൻ്റെ ജനനം. ശരിക്കും നിലമ്പൂർ വലിയ തമ്പുരാനാണ് ഗുരുവായൂർ അപ്പനെ നടയിരുത്തിയത് കേശവനെ. വളരെ ശാന്ത സ്വഭാവവും പക്ഷേ ഗംഭീരമുള്ള തലയെടുപ്പും സൗന്ദര്യശക്തിയും ഒക്കെ ഒത്തിണങ്ങിയ അതായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ ഗുരുവായൂർ കേശവൻ്റെ ആ 2 കൊമ്പുകൾ നമ്മൾ നിത്യവും കാണുന്ന ആ നടയിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഭഗവാന്റെ തിരുനടയ്ക്ക് നമ്മൾ വാതിൽപ്പടി കയറുന്നതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് ഗജരാജൻ കേശവൻ്റെ. അപ്പം ആ കേശവനോടുള്ള ആദരസൂചകമായിട്ടാണ് ആ ഒരു കാഴ്ച കാണുന്നത്. അപ്പം അതും ഏറ്റവും വളരെ മനോഹരം തന്നെയാണ്. ആ ഒരു കേശവൻ്റെ ആ ഒരു കൊമ്പുകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെയാണെങ്കിലും കേശവനെ നമ്മളും നിത്യേന ഓർക്കും എന്നുള്ളതാണ് ഒരു തിരുവെങ്കടം ക്ഷേത്രത്തിൽ നിന്നും ഗജരാജൻ്റെ കേശവൻ്റെ ഛായാചിത്രം വേണ്ടിയിട്ടാണ് ഘോഷയാത്ര തുടങ്ങിയത്. അതുപോലെ ദേവസ്വം ആനത്തറവാട്ടിലെ ബൽറാം, ചെന്താമരാക്ഷൻ, ഇന്ദ്രസൻ, കൃഷ്ണ, നവനീത് കൃഷ്ണൻ, രവികൃഷ്ണൻ, വലിയ വിഷ്ണു, വിനായകൻ, ദേവി, ലക്ഷ്മി കൃഷ്ണ എന്നീ ആനകളൊക്കെ ഉണ്ടായി. കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പൻ്റെ ഛായാചിത്രവും ഇന്ദ്രസേൻ കേശവൻ്റെ ഛായാചിത്രവും ഒക്കെ ഏന്തി അങ്ങനെ പാർത്ഥസാരഥിയുടെ അവിടെ വന്നിട്ടും അവിടെ നിന്നുള്ള ആ ദൃശ്യങ്ങളും ഒക്കെയാണ് നമ്മളിന്ന്, അതായത് കേശവനെ അഭിവാദ്യം അർപ്പിക്കുന്ന ചടങ്ങുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുക. കേശവനെ നമ്മുടെ മനസ്സിലും, കാരണം നമ്മളെക്കാട്ടിലൊക്കെ ഏറെ ഗുരുവായൂർ ആ കേശവനോടുള്ള ആദര സൂചകമായിട്ട് ഇന്നും നമ്മളെ എല്ലാവരും ആ ഒരു കർമ്മങ്ങൾ കാണാനായിട്ട് എത്തുന്നു. ആ ഘോഷയാത്ര കാണാനും ഇതിനൊക്കെ എത്തുന്നു എന്നുള്ളത് തന്നെ ആ കേശവനാനയോടുള്ള ബഹുമാന സൂചകം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുക. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടാവും, ഉച്ചപൂജയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കാണുക. ലൈവുകളൊക്കെ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാത്ത ആളുകളൊക്കെ ലൈക്ക് ചെയ്യുക. കമൻറ്റുകളൊക്കെ അയയ്ക്കുക, മറുപടിയൊക്കെ തരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഏകാദശി നാളിലും അതുപോലെ എല്ലാ സമയത്തും. നാളെയാണല്ലോ പ്രസിദ്ധമായ ഏകാദശി. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പനെ വന്ന് ദർശിക്കാനുള്ള ഒരു ഭാഗ്യം, മഹാഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.